എന്തേ? അല്ല ചേട്ടൻ എങ്ങനെ അകത്ത് കയറി? ഞാനോ? ഞാൻ എന്റെ താക്കോലോട്ട് പൂട്ടി തുറന്ന് അകത്ത് കയറി. അപ്പൊ പിന്നെ പുറത്തുനിന്ന് പൂട്ടി? അത് ഞാൻ. അപ്പൊ പിന്നെ എങ്ങനെ അകത്ത് കയറി? ചേടാ, ഇവന് പറഞ്ഞാലും മനസ്സിലാവില്ലേ. ഞാൻ എന്റെ താക്കോലോണ്ട് പൂട്ടി തുറന്ന് അകത്ത് കയറി. അപ്പഴാ എനിക്ക് തോന്നിയത് പകലല്ലേ, വാതിലിങ്ങനെ തുറന്നിട്ട് വല്ല കള്ളന്മാരും കയറി എന്തെങ്കിലും എടുത്തോണ്ട് പോയല്ലോ. അപ്പൊ ഞാൻ പുറത്തുനിന്ന് പൂട്ടി. അല്ല ചേട്ടൻ എങ്ങനെ അകത്ത് കയറി? ഉറച്ചടി വിളിച്ചു കള്ള. കഥ ചോദ്യമൊന്നുമില്ല. അല്ല മോനെ, പിന്നെ ഞാൻ ചോദിക്കട്ടെ, പിന്നെ നീ എന്താ നേരത്തെ വന്നത്? സാധാരണ രാത്രിയല്ലേ വരാറ്, കാറെടുത്തില്ല? ഇല്ല. അല്ല നീ ഇവിടെ എന്തെങ്കിലും വെച്ച് മറന്നോ? നീ ഇവിടെ ഇതെന്താ വല്ലാത്തൊരു തോട്ടോ? ഇന്നെന്താ പതിവില്ലാത്തൊരു സ്നേഹപ്രകടനം? അതൊന്ന് വെള്ളിയാഴ്ചയല്ലേ? വെള്ളിയാഴ്ച എന്താ പ്രാന്തളക്കും? അല്ല നോക്കൂ, ഒരു കാര്യം പറയട്ടെ. അതല്ല, ഞാൻ പറഞ്ഞുതരാ. അയ്യോ എന്റെ ഷർട്ട്. അതേ കുളിച്ചിട്ട് വന്നപ്പോ മാറാനൊന്നുമില്ല, അപ്പൊ ഞാൻ എടുത്തു കൊടുത്തു. ആരാ ഇത്? ഇത് സരോജിനി. സജു ഇതാ അങ്ങോട്ട് അഴിച്ചു കൊടുത്തു. വേണ്ട, എനിക്ക് വേണ്ട. മുരിങ്ങക്കോല് പോലുള്ള ശരീരം വെച്ചിട്ട് അയാൾ കാമദേവൻ കളിക്കാം. വൃത്തികെട്ടവൻ. മോനെ മോന്ത, എനിക്കൊരു കയ്യബദ്ധം പറ്റി. ഈ തവണത്തേക്ക് നീ ഒന്ന് ക്ഷമിക്കല്ല, തൊഴിക്ക വേണ്ടത്. അതെന്താ അണ്ടർവെയർ എന്താ ഇന്നോ? മോനെ നീ എത്ര വേണം തൊഴിച്ചു, അത് കൊള്ളാൻ ഞാൻ തീരാ. പക്ഷെ നീ ഇവിടുന്ന് പോകരുത്. നാണോ ഇല്ലടോ തനിക്ക്? നാട്ടിലൊരു ഭാര്യയെ കെട്ടിക്കാൻ പ്രായമുള്ളൊരു മോളൂല്ലേ? എന്നിട്ട് തന്റെ എല്ലാ തോന്നിയവസരങ്ങളും ഞാൻ ഇതുവരെ സഹിച്ചു. ഇനി വയ്യ. ഇന്നത്തോടെ നിങ്ങളുടെ കൂടെയുള്ള എല്ലാ പുറത്തെയും ഞാൻ നിർത്തി. താമസിക്കാൻ ഇത്തിരി വൃത്തിയും വെടിപ്പും അന്തസ്സും സമാധാനമുള്ള സ്ഥലം കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ಏನ್ ಗೋಪಾಲ, ನೀನ್ ಎಲ್ಲಿದೀಯಾ? ನಾನು ಎಲ್ಲಿ ಹೋಗ್ಲಿ, ಇಲ್ಲಿನೇ ಇದ್ದಲ್ಲ, ನೀನೇ ಕಾಣಲಿಲ್ಲ. സാറിന് ഭാഗ്യമുണ്ട്. അല്ല വേട്ടായില്ലോ, കുറുകെ മഞ്ഞളൈസ് നീരലു, കുറുകെ മഞ്ഞളെള്ളം വീണാൽ വെച്ചടിയോ. അല്ല ഉയർച്ചേ, നമുക്കിവിടെ കൂടാല്ലേ സാറേ? ഞാൻ പറഞ്ഞില്ലേ, നഗരത്തിന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ ഇവിടെയാ, കണ്ണായ ഏരിയ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ 24 മണിക്കൂറും കോർപ്പറേഷൻ വാട്ടർ കിട്ടും. ഇതാ കണ്ടോ. ഇവിടെ വായു രൂപത്തിലാണോ വെള്ളം വരുന്നത്? ഈ കോർപ്പറേഷൻകാരുടെ ഒരു കാര്യം. എന്തൊക്കെയായാലും ഈ കോളനിയിലെ ഏറ്റവും ഡീസന്റ് പാർട്ടീസ് താമസിക്കുന്ന ഒരു ഏരിയ ഇത്. ആണോ? ഇവിടുത്തെ ഡീസന്റ് പാർട്ടീസ് ആണോ പോയത്? വലർക്ക്. നേരത്തെ ഇവിടെ ഒരു ഡോക്ടർ അല്ല, ഒരു ഡോക്ടർ ഇവിടെ താമസിപ്പിക്കണമെന്ന് കോളനിക്കാർക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഡോക്ടർക്ക് താമസിക്കാനുള്ള സൗകര്യം ഇവിടെ ഇല്ലല്ലോ. അല്ലേ? ആര് പറഞ്ഞു സൗകര്യമില്ലെന്ന്? ഇതൊരു ആശുപത്രിയാക്കാലോ. ഇതൊക്കെ നമുക്ക് വൃത്തിയാക്കാവുന്നേ ഉള്ളൂ. ഇതിനെന്ത് വാടക വരും? പേര് ചെയ്യും 400 രൂപയുള്ളൂ. 400 രൂപയാ? സാറിങ്ങി വന്നേ, ഒന്നും പറയണ്ട, നമുക്ക് ഹൗസ് ഓണർ കണ്ട് ശരിയാക്കാം. ശാരദാമേ, ഞാനൊരു കാര്യം ഏറ്റതാ. വീട് ഞാൻ കാണിച്ചു, അഡ്വാൻസ് തരാൻ വന്നാ. മലയാളിയാ, നായരാ, നല്ല ആളാ, നിങ്ങൾക്കും ഒരു സഹായം. അല്ല 400 രൂപ എന്ന് പറയുന്നത് വലിയ ഉപകാരമായിരിക്കും സാറേ. വീട് വാടക കൊടുക്കാൻ ഇവർക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, ഞാൻ നിർബന്ധിച്ചിട്ടാ. 2 പെൺകുട്ടികളും വയ്യാണ്ട് കിടക്കുന്ന ഈ അമ്മയും ഒരു വരുമാനം ആവുമല്ലോ. ആ അഡ്വാൻസ് കൊടുക്ക സാറേ, ഐശ്വര്യമായിട്ട്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ഹേമേ, ആദ്യം ഞാൻ പറഞ്ഞ കാശ് താനേ, അത് കണ്ട് തക്കാളി തരാം. ഇതെന്താ രാവിലെ കളിക്കുക? താൻ എന്താ വിചാരിച്ചിരിക്കുന്നേ? താൻ തക്കാളി ഇങ്ങോട്ട് താ. താനൊരു മലയാളിയിലെന്ന് കരുതിട്ടാ ഞങ്ങൾ ആ പതിവ് കന്നടക്കാരനെ വിട്ടിട്ട് തന്റെ സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങിയത്. ഈ മലയാളികളെ മുഴുവൻ കള്ളന്മാരാ. ഹേമേ, നീ കാര്യം അറിയാതെ വെറുതെ ചാടി കളിക്കരുത്. ചാടി കളിച്ചാ താൻ എന്ത് ചെയ്യും? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദയാണെങ്കിൽ മര്യാദ. ഇവിടെ പണം കായ്ക്കുന്ന മരമൊന്നുമില്ല. ഉറക്കളച്ച് നാട് നീളം ഡാൻസ് ചെയ്ത് കിട്ടുന്ന കാശായതേ. ഇത് തനിക്കൊന്നും അങ്ങനെ കളിപ്പിച്ചു കൊണ്ടുപോകാനുള്ളതല്ല. പിന്നെ നിന്നെ പറ്റിച്ചിട്ട് വേണ്ട എനിക്ക് കോടീശ്വരനാവാൻ. ഒന്ന് വെറുതെ. എന്താ ഹേമേ പ്രശ്നം? എന്റെ പൊന്ന് ഗൗരി, ഇന്നലെ നിന്റെ അനിയത്തി എന്റെ കയ്യിൽ നിന്ന് 1 കിലോ ഉള്ളി വാങ്ങി. മാർക്കറ്റിലുള്ള വിലയൊക്കെ 1 രൂപ കൂടുതൽ വാങ്ങിയെന്ന് പറഞ്ഞാൽ ഈ അംഗം വിട്ട്. അതേടോ, അംഗം വെട്ടും.
മാർക്കറ്റിലുള്ള വിലയേക്കാൾ 50 പൈസ കൂടുതൽ വാങ്ങിച്ചോട്ടെ ചേച്ചി. ഇത് 1 രൂപയെ എന്ന് വെച്ചാൽ രൂപയ്ക്കൊന്നും ഒരു വിലയില്ലേ? എടി കൊച്ചേ, നീ ആ മാർക്കറ്റിൽ പോയി അന്വേഷിച്ച് നോക്കിയേ, ഉള്ളിക്ക് ഇന്നലെ എന്തായിരുന്നു വിലയെന്ന്? അന്വേഷിച്ചിട്ട് തന്നെ പറയണത്. ഇന്നലത്തെ പത്രം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലെ വ്യാപാര നിലവാരം ഒന്ന് വായിച്ചു നോക്കിയാട്ടെ. പോരെങ്കിൽ വൈകിട്ട് റേഡിയോയിലും പറഞ്ഞു കിലോ 14 രൂപന്ന്. അത് ശരി. അപ്പൊ പത്രം നോക്കിയിട്ടാ അച്ഛൻ ഉണ്ടാക്കുന്നേ. ചുമ്മാ കളിക്കാതെ കാശിങ് താവച്ചേ. ആ കാശെടുത്ത് സാധനം കൊടുത്ത് സ്ഥലം വിടറോ. പൈസ. അയ്യോ, അത് ഇവിടെ മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങാനുള്ള കൂലിയാ. വെളുപ്പിന് തുടങ്ങിയതാ നിങ്ങളുടെ ഉള്ളിയുടെ മുളകിന്റെ കച്ചവടം. പിന്നെ ഈ പച്ചക്കറിയുടെ വില നിലവാരം റേഡിയോ ന്യൂസിൽ കേട്ടു എന്ന് പറഞ്ഞില്ലേ, അത് BBC ആണോ ടെലി ന്യൂസ് ആണോ? ഈ ഏരിയയിലുള്ള ഞങ്ങൾ മലയാളീസ് കുറച്ച് പാവപ്പെട്ടവരാ. ഇവിടെ വിലപേശലിൽ ലഹളയൊക്കെ ഉണ്ടാവും. എന്നാ പൈസ കൈ താഴ്ത്തിക്കോളൂ. ഞാൻ ഇന്ന് ടൗണിൽ പോകുമ്പോ കിട്ടാവുന്ന പത്രങ്ങൾ എന്ന് വെച്ചാൽ ഇന്ത്യൻ എക്സ്പ്രസ്, ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ അങ്ങനെയുള്ള പത്രങ്ങൾ വാങ്ങിയിട്ട് ഉള്ളിയുടെ ഇന്നലത്തെ യഥാർത്ഥ വില എന്താണെന്ന് ഒന്ന് പരിശോധിക്കട്ടെ. എന്നിട്ട് കച്ചവടക്കാരൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ കാശ് ഞാൻ അയാളോട് വാങ്ങിച്ചോളാം. പൊളിച്ചല്ലേ, നിന്ന് കറങ്ങാണ്ട് പോകൂ ഹേമേ. Yes, come in. ഗുഡ് മോർണിംഗ് സാർ. Yes, morning. ഞാൻ നായസ് ട്രാവൽസിൽ നിന്നാ. Yes, what do you want? അല്ല, സൂട്ട് നമ്പർ 6 സാർ കാർ വേണമെന്ന് പറഞ്ഞില്ലേ? ആരോട് പറഞ്ഞു? നായസ് റെന്റ് കാർ സർവീസിലേക്ക് സാർ വിളിച്ച് പറഞ്ഞില്ലേ സാറിന് എവിടെ പോണം, കാർ വേണമെന്നൊക്കെ? പറഞ്ഞോ? ആണോ? എന്നിട്ട്? അല്ല, കാറ് വന്നിട്ടുണ്ട്. സാറിന് എവിടെ പോണ്ടെന്ന് വെച്ചാ പറഞ്ഞ. അല്ല, എവിടെ പോവാനാ ഞാൻ കാറ് പറഞ്ഞു? ഓ, യാ വാ പോവാ. അല്ല, സാറ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നില്ലേ? ചേഞ്ച് ചെയ്യാല്ലേ? ജസ്റ്റ് മിനിറ്റ്. എങ്ങോട്ടാ സാർ പോണ്ടത്? അത് പിന്നെ സ്ട്രേറ്റ് പോയാൽ കന്റോൺമെന്റ് ഏരിയയാണ് സാർ. അവിടെ ചെക്കിങ് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടാവും. ഓ, ഐ സി. എങ്കിൽ ലെഫ്റ്റ്. നോക്ക്, ഞാൻ പണം കേട്ടില്ല. കഴിക്ക്. വേണ്ട ചേട്ടാ, ഞാൻ 2-3 കഴിച്ചില്ലേ. കഴിക്ക് പാടാ. വേണ്ട എന്താ നോക്കുന്നത്? വേണ്ട ചേട്ടാ. അങ്ങോട്ട് നോക്കണ്ട. തെണ്ടിയ നാളെ നിന്നോട് അതെ, നാണയമൊന്നുമില്ല ചേട്ടാ. പൈസ കടച്ചു ഒതുക്കിയാണേ. എന്നെ കൊണ്ട് ജീവിക്കുന്ന വേറൊരു ഫാമിലി. നീ കഴിയും.